ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ എക്സാം എടുത്ത സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്ത്യൻ പൊളിറ്റിയിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്തുനിന്ന് വരാൻ പറ്റുന്ന ഭാഗങ്ങളുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് ഓക്കെ. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇനി പറയുന്ന ഭരണഘടനാ ഭേദഗതിയിലൂടെ ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. അതായത് താഴെ തന്നിരിക്കുന്ന ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഗോവ, അതേപോലെ ദാമൻ ആൻഡ് ദിയു എന്നീ പ്രദേശങ്ങൾ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റിയെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പം നാല് ഭരണഘടനാ ഭേദഗതിയും നൽകിയിട്ടുണ്ട്. അതായത് 10ാമത് ഭരണഘടനാ ഭേദഗതി നിയമം 1961. ബി നോക്കി 12ാമത് ഭരണഘടനാ ഭേദഗതി നിയമം 1962. സി 14ാമത് ഭരണഘടനാ ഭേദഗതി നിയമം 1962. മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ഇതാണ് ചോദ്യം, ഓപ്ഷൻസ്. അപ്പൊ ഇത് ആൻസർ എന്ന് പറയുന്നത് ഗോവ, ദാമൻ ആൻഡ് ദിയു നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രദേശമായിട്ട് കൂട്ടിച്ചേർത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമാക്കി മാറുന്നത് പറയുന്നത് 12ാമത് ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ്. 1962 12ാമത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്. ക്ലിയർ ആണല്ലോ? ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലക്ഷദ്വീപിന്റെ അധികാര പരിധി ഡാഷിന് കീഴിലാണ്. അത് ലക്ഷദ്വീപിന്റെ അധികാര പരിധി, ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഏത് ഹൈക്കോടതിയുടെ കാര്യമാണ്, ഏത് ഹൈക്കോടതിയുടെ അധികാര പരിധിയിലാണ് വരുന്നതാണ് ചോദ്യം. അപ്പോൾ എ എന്താണ്? തമിഴ്നാട് ഹൈക്കോടതി, ബി കേരള ഹൈക്കോടതി, സി പശ്ചിമ ബംഗാൾ ഹൈക്കോടതി, ഡി മുംബൈ ഹൈക്കോടതി. നമുക്ക് അണ്ടർസ്റ്റുഡ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ തന്നെയാണ് ഇത്. ഏതാണ്? കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയുടെ കീഴിലാണ് നമ്മുടെ ലക്ഷദ്വീപ് വരുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, കേരള ഹൈക്കോടതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ ആർക്കാണ് മൗലിക അവകാശങ്ങൾ റദ്ദാക്കാൻ സാധിക്കുക? മൗലിക അവകാശങ്ങൾ റദ്ദാക്കാൻ സാധിക്കുന്ന ആർക്കാണ് ചോദിച്ചിരിക്കുന്നത്? പാർലമെന്റിനാണോ, പ്രസിഡന്റിനാണോ, പ്രധാനമന്ത്രിക്കാണോ, സുപ്രീം കോടതിക്കാണോ നമ്മുടെ മൗലിക അവകാശങ്ങൾ? മൗലിക അവകാശം എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഭരണഘടനയിൽ എന്താണ് 3ാമത്തെ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ മനുഷ്യരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പു നൽകുന്ന ഭാഗമാണ് അല്ലെ മൗലിക അവകാശങ്ങൾ. അവിടെ നമുക്ക് റദ്ദാക്കുന്ന കാര്യത്തിനെ കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. അത് പാർലമെന്റ് റദ്ദാക്കാൻ സാധിക്കുമോ, പ്രസിഡന്റ് റദ്ദാക്കാൻ സാധിക്കുമോ, പ്രധാനമന്ത്രി, സുപ്രീം കോടതി, ഇങ്ങനെ ഓപ്ഷൻസ് ആണ്. ശരിക്കും ഇത് റദ്ദാക്കാൻ സാധിക്കുന്നത് പ്രസിഡന്റിനാണ്. അതായത് നമുക്ക് അടിയന്തരാവസ്ഥ കാലഘട്ടത്തില് ജീവിക്കാനുള്ള ജീവിക്കാനുള്ള നമ്മുടെ അവകാശം, അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യമൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാ മൗലിക അവകാശങ്ങളും റദ്ദ് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? ചെയ്യാനുള്ള പവർ, അധികാരം ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. സോ പ്രസിഡന്റിനാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നാലാമത്തെ ചോദ്യം ചോദിച്ചിട്ട് നോക്കട്ടെ. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഇനി പറയുന്നവയിൽ ഏതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? അപ്പം ആൻസേഴ്സ് എന്തൊക്കെയാണ്? എ സൈമൺ കമ്മീഷൻ, ഡി ലോർഡ്സ് കഴ്സൺ കമ്മീഷൻ, സി ദിമിത്രോവ് തീസിസ്, അടുത്തത് ഡി എന്ന് പറയുന്നത് ലോർഡ്സ് ക്ലൈവ് റിപ്പോർട്ട്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ കാര്യം വരുന്നതിന് മുമ്പ് നമ്മൾ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ കാര്യം പറയുന്നത്. 1919 അതായത് മൊണ്ടേഗു ചേഞ്ച് കോഡ് റിഫോംസ് വരുന്ന സമയത്ത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്ന സമയത്ത് കുറെ അധികം പരീക്ഷണങ്ങൾ നടത്തിയ ഒരു നിയമമായിരുന്നു ഇത്. അതായത് ഇന്ത്യയിൽ കുറെ അധികം പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നു. അതായത് ഡയാർക്കി കൊണ്ടുവരിക, പ്രൊവിൻസിലെ ഡയാർക്കി കൊണ്ടുവരിക, അങ്ങനെയുള്ള പുതിയ പല കാര്യങ്ങളും പരീക്ഷണാർത്ഥം നടത്തിയ ഒരു നിയമമായിരുന്നു 1919 നിയമം. അപ്പൊ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് തന്നെ ആ 19 നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നമ്മളൊരു കമ്മീഷനെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോയിന്റ് ചെയ്യുന്നത് ആ ക്ലോസ് തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ 1919 നിയമത്തിന്റെ ഇമ്പാക്റ്റുകൾ, അതിന്റെ ഒരു പരിണിത ഫലം എന്താണെന്ന് പഠിക്കാനും അതേപോലെ ഇന്ത്യക്ക് പുതുതായിട്ട് ഒരു ഭരണഘടനാ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാനും വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് രൂപീകരിക്കും. അതിന് സൈമൺ കമ്മീഷൻ എന്നാണ് പറയുന്നത്. വളരെ കുപ്രസിദ്ധമാണ് സൈമൺ കമ്മീഷൻ. ഇന്ത്യയിലെ ഒരു പാർട്ടിക്കാരും സൈമൺ കമ്മീഷൻ അംഗീകരിക്കുന്നില്ല. എല്ലാവരും സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കുകയാണ്. ലാലാ ലജപത് റായ് ലാത്തിയടിയേറ്റ് മരിക്കുന്നത് ഈ ഒരു പ്രക്ഷോഭത്തിന്റെ ഇടയിലാണ്. നമുക്ക് ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. സോ ഇതാണ് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? 1919 നിയമത്തിന്റെ ഭരണഘടനകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടും ഇന്ത്യക്ക് ഒരു പുതിയ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടും വന്ന കമ്മീഷനായിരുന്നു. ഓക്കെ, അപ്പം
ഇവര് ഇന്ത്യയിൽ ഒരുപാട് അജിറ്റേഷൻ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇതിന്റെ സമയത്ത് ഈ ഒരു അജിറ്റേഷനിടയിൽ ഇവരെന്ത് ചെയ്തു? ഈ ഒരു സൈമൺ കമ്മീഷൻ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നുണ്ട്. കൃത്യമായിട്ട് അവർ വന്നിട്ട് ഇംഗ്ലീഷ് നോക്കിയിട്ട് അവർ കൃത്യമായിട്ട് ഈ ഭരണഘടനാ പരിഷ്കാരങ്ങളും 59-ലെ നിയമത്തിന്റെ ഇമ്പാക്റ്റുകളൊക്കെ പഠിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വട്ടമേശ സമ്മേളനങ്ങൾ വരുന്നുണ്ട്. ആ 3 വട്ടമേശ സമ്മേളനങ്ങൾ വരുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പഠിക്കാൻ ഒന്നാമതായിട്ട്. പിന്നെ നെഹ്റു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇന്ത്യക്കാർ തന്നെ നമ്മുടെ ഭരണഘടനാ പരിഷ്കാരങ്ങളൊക്കെ തയ്യാറാക്കി നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എഴുതി തയ്യാറാക്കി കൊടുക്കുന്ന നെഹ്റു റിപ്പോർട്ടുണ്ട്. ആ നെഹ്റു റിപ്പോർട്ടിന് വേണ്ടിയിട്ട് പഠിക്കാൻ റിപ്പോർട്ട് പഠിക്കാനും അതുപോലെ ജിന്ന എന്ത് ചെയ്യുന്നു? മൂന്നാല് ജിന്ന അദ്ദേഹത്തിന്റെ ഒരു 14 ആവശ്യങ്ങൾ 14 പോയിന്റുകൾ നമ്മൾ പറയും. 14 ആവശ്യങ്ങൾ ഒരു റിപ്പോർട്ടായിട്ട് തയ്യാറാക്കി ബ്രിട്ടീഷ് ഗവൺമെന്റ് സമർപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ 3 റിപ്പോർട്ടുകൾ ഇവിടെ എത്തുന്നുണ്ട്, ഗവൺമെന്റിന്റെ മുന്നിൽ എത്തുന്നുണ്ട്. അപ്പൊ ഇതിന്റെ 3ന്റെയും ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഒരു വട്ടമേശ സമ്മേളനം, 3 വട്ടമേശ സമ്മേളനങ്ങൾ ഉണ്ടാവുന്നത്. അതിന്റെയൊക്കെ ഒരു അവസാനമായിട്ടാണ്. അപ്പൊ ഈ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന എല്ലാ കാര്യങ്ങളുടെയും ഒരു അവസാനമായിട്ടാണ് 1935-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നത്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും എന്താണ് ഏത് റിപ്പോർട്ടിനെയാണ് പരിഗണിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും അത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ തന്നെയാണ്. സോ 1935-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഇനി പറയുന്നത് ഏതിനെ അടിസ്ഥാനമാക്കിയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് സൈമൺ കമ്മീഷന്റെ അടിസ്ഥാനത്തിലാണ്. സൈമൺ കമ്മീഷന്റെ അടിസ്ഥാനത്തിലാണ് പറയാൻ പറ്റുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപീച്ച്മെന്റിലൂടെ ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ എത്ര ജഡ്ജിമാരെ ഓഫീസിൽ നിന്നും ഇതുവരെ പുറത്താക്കിയിട്ടുണ്ട്? നമുക്കറിയാം ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട് അല്ലെ? ജഡ്ജിമാരെ സുപ്രീം കോടതി ജഡ്ജിനെയൊക്കെ പുറത്താക്കുന്ന പ്രോസസ്സ്. അതേപോലെ നമ്മുടെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതിക്ക് ഇംപീച്ച് ചെയ്യുക എന്നാണ്. അവരെ പുറത്താക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഇംപീച്ച് എന്ന് പറയുന്നത്. ഇംപീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസൊല്യൂഷൻ പാർലമെന്റിൽ പാസ്സാക്കിയ ഈ ഒരു രാഷ്ട്രപതി ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ ജഡ്ജിമാരെ പുറത്താക്കുന്ന. അപ്പം ഇങ്ങനെ ഇംപീച്ച്മെന്റ് നടത്തിയിട്ട് എത്ര സുപ്രീം കോടതി ജഡ്ജിമാരെ നമ്മൾ പുറത്താക്കി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും എന്തിന്റെ പേരിലാണ് ഇംപീച്ച്മെന്റ് വരുന്നത്? ഒരു മിസ്ബിഹേവിയറിന്റെ ഒക്കെ പേരിലാണ്. അതായത് മോശമായുള്ള പെരുമാറ്റവും കാര്യത്തിന്റെ ഒക്കെ ഒരു അടിസ്ഥാനത്തിലാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുവരെ നമ്മുടെ ഇന്ത്യയിൽ ഒരു ജഡ്ജിമാരെയും ഇംപീച്ച് ചെയ്ത് പുറത്താക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ പല തുടക്കം കുറിച്ചിട്ടുണ്ട്. പക്ഷെ തുടക്കം കുറിച്ച് അങ്ങനെ ഒരു സാഹചര്യത്തിലൊക്കെ പോകുന്നതിന് മുമ്പ് വരെ അവരൊക്കെ സ്വയം രാജ്യം നൽകി മാറിയിട്ടുണ്ട്. പക്ഷെ ഇംപീച്ച്മെന്റ് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് അത് പാർലമെന്റിൽ ആ റെസൊല്യൂഷൻ പാസ്സാക്കി പിന്നീട് പ്രസിഡന്റ് ആ സ്ഥാനത്ത് നിന്ന് ആരെയും എന്ത് ചെയ്തിട്ടില്ല. ആ ജഡ്ജിന്റെ സുപ്രീം കോടതിയുടെ ജഡ്ജിന്റെ സ്ഥാനത്ത് നിന്ന് ആരെയും റിമൂവ് ചെയ്തിട്ടില്ല. സോ ആൻസർ എന്ന് പറയുന്നത് 1, 2, 3 ഒന്നുമല്ല, ഡി ആണ്. ഒന്നുമല്ല, ആരെയും ഇതുവരെ ഇംപീച്ച് ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലേ? ഇനി ആറാമത്തെ ചോദ്യം നോക്കിയേ. ആറാമത്തെ ചോദ്യം നോക്കാം. കുറഞ്ഞത് എത്ര ദിവസമെങ്കിലും ഒരംഗം സമ്മേളനത്തിൽ നിന്നും അനുവാദമില്ലാതെ വിട്ടുനിന്നാൽ പാർലമെന്റിനോ സംസ്ഥാന നിയമസഭയ്ക്കോ സീറ്റ് ഒഴിഞ്ഞതായി പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ നിയമസഭയുണ്ട്, സംസ്ഥാന നിയമസഭയുണ്ട്, അതേപോലെ തന്നെ എന്താണ് ലോകസഭയുണ്ട്, രാജ്യസഭയുണ്ട് അല്ലെ? അങ്ങനെ നമുക്ക് കുറെ സഭകളുണ്ട്. പാർലമെന്റിലാണെങ്കിൽ 2 സഭ, രാജ്യസഭയും ലോകസഭയും സംസ്ഥാന നിയമസഭ. ഈ സഭകളൊക്കെ എന്താണ്? നമ്മുടെ ജനപ്രതിനിധികളെ നിലക്ട് ചെയ്ത് വിടുകയാണ് തെരഞ്ഞെടുത്ത് വിടുന്ന സഭകളാണ്. ഇതൊക്കെ നമ്മുടെ നിയമനിർമ്മാണ സഭകളാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ നിയമം നിർമ്മിക്കുന്നത്. അതെന്താണ്? തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ഇപ്പം നിയമസഭയാണെങ്കിൽ MLA, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ, അതേപോലെ തന്നെ പാർലമെന്റ് ആണെങ്കിൽ എംപിമാര്, ലോകസഭയിലെ അംഗം, രാജ്യസഭയിലെ അംഗം അല്ലെ? അപ്പൊ ഇവരെല്ലാവരും കൂടി നിയമങ്ങൾ നിർമ്മിക്കുന്നു, വോട്ടെടുക്കുന്നു. നിയമനിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ബില്ല് കൊണ്ടുവരുന്നു, ആ ബില്ലിന്റെ പുറത്ത് വോട്ടെടുപ്പുകൾ നടക്കുന്നു, അത് പാസ്സായ നിയമമാകുന്നു, രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ നിയമമാകുന്നു. ഇങ്ങനെയാണ് നിയമനിർമ്മാണം നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി നമ്മൾ വിട്ടു കഴിഞ്ഞിട്ട് ഇവര് കൃത്യമായിട്ട് അവിടെ എത്തുന്നില്ലെന്നിരിക്കട്ടെ, ഒരു മുൻകൂറായിട്ടുള്ള ഒരു അനുവാദവും വാങ്ങിക്കാതെ കൃത്യമായിട്ടുള്ള സമ്മേളനങ്ങളൊന്നും പങ്കെടുക്കുന്നില്ല, ഒരു പ്രൊസീജിയറിലും അവർ പങ്കെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എത്ര ദിവസം അങ്ങനെ അവർ വിട്ടു നിന്ന് കഴിഞ്ഞാൽ ആ സ്ഥാനം, ആ മെമ്പർഷിപ്പ് പോകുമെന്നാണ് ചോദ്യം. അപ്പൊ A 30 ദിവസം, B 60 ദിവസം, C 90 ദിവസം, D 120 ദിവസം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 60 ദിവസമാണ്. 60 ദിവസമാണ്. 60 ദിവസം വരാതിരുന്നു കഴിഞ്ഞാൽ, തുടർച്ചയായിട്ട് വരാതിരുന്നു കഴിഞ്ഞാൽ ആ സീറ്റ് വേക്കന്റ് ആയിട്ട്, അതായത് ആ വ്യക്തിയുടെ ആ ഒരു അംഗത്വം നഷ്ടപ്പെട്ടതായിട്ട്, ആ സഭയിലെ അംഗത്വം നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കും. ക്ലിയർ? ഇനി 7ാമത്തെ ചോദ്യം നോക്കിയേ. ആദ്യ ഭരണഘടനാ അസംബ്ലിയുടെ ഇടക്കാല അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ അസംബ്ലി, അതായത് ഭരണഘടനാ നിർമ്മാണ സഭ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ
ഇടക്കാല അധ്യക്ഷൻ ആരായിരുന്നെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെമ്പററി ആയിട്ട് നമുക്കൊരു അധ്യക്ഷൻ ഉണ്ടായിരുന്നു. അത് ആരായിരുന്നെന്നാണ് ചോദ്യം. എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ബി സച്ചിദാനന്ദ സിൻഹ, സി ബി ആർ അംബേദ്കർ, ഡി ജവഹർലാൽ നെഹ്റു. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ്. നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ എന്ന് പറയുന്ന ആരാണ്? അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. നമുക്ക് നന്നായിട്ട് നമുക്ക് ഇവിടുത്തെ ചോദ്യം എന്താണ്? ഇടക്കാല അധ്യക്ഷൻ, ടെമ്പററി പ്രസിഡന്റിനെയാണ് നമുക്ക് വേണ്ടത്. അടുത്ത നോക്കൂ, ബി ആർ അംബേദ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബി ആർ അംബേദ്കർ നമ്മൾ എന്താണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അതായത് നമ്മുടെ ഭരണഘടനയുടെ എന്താണ് ശില്പിയായിട്ടൊക്കെയാണ് നമ്മൾ ആരറിയപ്പെടുന്നത്? ബി ആർ അംബേദ്കറെ നമ്മൾ അറിയപ്പെടുന്നത്. ജവഹർലാൽ നെഹ്റു നമുക്കറിയാം ജവഹർലാൽ നെഹ്റു വളരെ വലിയൊരു സ്ഥാനം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരിക്കലും അധ്യക്ഷൻ എന്നുള്ള ഒരു പദവിയിലേക്ക് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ വന്നിട്ടില്ല. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് സച്ചിദാനന്ദ സിൻഹയാണ്. സച്ചിദാനന്ദ സിൻഹയാണ്. അപ്പം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ഡിസംബർ 6 ഫോം ചെയ്യുകയും ഡിസംബർ 9 ആദ്യ മീറ്റിംഗ് നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ ഒരു സമ്മേളനത്തിന് അധ്യക്ഷ വഹിക്കാൻ വേണ്ടിയിട്ട് ഒരു അധ്യക്ഷനെ ആവശ്യമായിരുന്നു. അപ്പോഴെന്താ ചെയ്യേണ്ടത്? സഭയിൽ ഏറ്റവും പ്രായം കൂടിയ ഒരു വ്യക്തിയെ സഭയുടെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നു. അത് സച്ചിദാനന്ദ സിൻഹയായിരുന്നു. പിന്നീട് എന്താണ് പിന്നീട് അതിനുശേഷം തിരഞ്ഞെടുപ്പിലൂടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കാനുണ്ടായത്. സോ നമ്മുടെ ഇടക്കാല അധ്യക്ഷൻ എന്ന് പറയുന്ന ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഇനി നോക്കാം 8ാമത്തെ ചോദ്യം നോക്കി. പഞ്ചായത്ത് രാജ് സ്ഥാപനത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് ശുപാർശ ചെയ്യുന്നതിനായി 1977 ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റി ഏതാണെന്നാണ് ചോദ്യം. അപ്പം കമ്മിറ്റി ഏതാണ്? എ അശോക് മേത്ത കമ്മിറ്റി, ബി സർക്കാരിയ കമ്മിറ്റി, ദെൻ സി തർക്കുണിയ കമ്മിറ്റി, ഡി ബൽബൻ റായ് കമ്മിറ്റി. അപ്പൊ 1977 പഞ്ചായത്ത് രാജിന്റെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് റെക്കമെൻഡേഷൻസ് കൊണ്ടുവരാനായിട്ട് അതിന്റെ കാര്യങ്ങൾ പഠിച്ചിട്ട് ഈ പഞ്ചായത്ത് രാജ് എങ്ങനെയൊക്കെ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പുതുതായി ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ റെക്കമെൻഡേഷൻ നൽകാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്തത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എ അശോക് മേത്ത കമ്മിറ്റിയാണ്. ക്ലിയർ. ഇനി 9ാമത്തെ ചോദ്യം നോക്കി. സംസ്ഥാന നയത്തിന്റെ നിർദ്ദേശ തത്വങ്ങളിലെ ആർട്ടിക്കിൾ 47 നടപ്പിലാക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ആദ്യ പരിപാടി ഇതിൽ പറയുന്നതിൽ ഏതാണ്? അതായത് സംസ്ഥാന നയത്തിന്റെ നിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മാർഗനിർദ്ദേശ തത്വങ്ങളാണ് കേട്ടോ. മാർഗനിർദ്ദേശ തത്വങ്ങളാണ്. മാർഗനിർദ്ദേശ തത്വങ്ങൾ DPSP ഏതാണ്? ഭാഗം 4ലാണ് അല്ലെ. അപ്പൊ ഭാഗം 4ലെ മാർഗനിർദ്ദേശ തത്വങ്ങളുടെ ഭാഗമാണ് ആർട്ടിക്കിൾ 47 അല്ലെ. ആർട്ടിക്കിൾ 47. അപ്പൊ ആർട്ടിക്കിൾ 47 നടപ്പിലാക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പരിപാടി ഇനി പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, സംയോജിത ഗ്രാമീണ വികസന പരിപാടി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, ദേശീയ ഗ്രാമീണ തൊഴിൽ പരിപാടി, വരൾച്ചാ ബാധിത പ്രദേശങ്ങളുടെ പ്രോഗ്രാം. അപ്പൊ നമുക്കറിയാം ആർട്ടിക്കിൾ 47 എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ആണ്, ഗാന്ധിയുടെ തത്വങ്ങളാണ് അതൊക്കെ വരുന്നത്. അപ്പൊ ഗ്രാമവികസനവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ആണ് ഇതൊക്കെ. അപ്പം ഈ ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് ഏത് പരിപാടിയാണ് നമ്മൾ ഇതിൽ ആരംഭിച്ചാണ് ചോദിച്ചിരിക്കുന്നത്? അത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. നമ്മൾ ഇന്ന് കാണുന്ന സെൽഫ് ഗവൺമെന്റിന്റെ ഒക്കെ ഒരു ആദ്യകാല മുൻഗാമി എന്നൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെ പറയാൻ പറ്റും. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് നമ്മുടെ ഗ്രാമവികസനമായിട്ട് ആർട്ടിക്കിൾ 47 ബന്ധപ്പെട്ട ഇന്ത്യയിൽ ആരംഭിച്ച പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തതാണ് 10ാമത്തെ ചോദ്യം നോക്കൂ. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യസഭ പിരിച്ചുവിടുന്നത്? എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യസഭ പിരിച്ചുവിടുന്നതെന്നാണ് ചോദ്യം. എ 2 വർഷം, ബി 3 വർഷം, സി 6 വർഷം. ഇത് ഒരിക്കലും പിരിഞ്ഞു പോകുന്നില്ലെന്നാണ് ഡി പറയുന്നത്. അപ്പം ഏതാണ് ആൻസർ? ശരിക്കും ഇത് ഒരിക്കലും പിരിഞ്ഞു പോകുന്നില്ല. ആൻസർ എന്ന് പറഞ്ഞാൽ ഡി ആണ്. കാര്യം നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പാർലമെന്റിന്റെ സ്ഥിരം സഭയാണ് രാജ്യസഭ. അപ്പം നമ്മൾ ഒരിക്കലും പാർലമെന്റ് പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞൊരു പ്രയോഗം പാടില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ലോകസഭ മാത്രമേ പിരിച്ചുവിടാൻ പറ്റൂ. രാജ്യസഭ പിരിച്ചുവിടുന്നില്ല. അപ്പം ലോകസഭ പിരിച്ചുവിട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ പാർലമെന്റ് പിരിച്ചുവിട്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ രാജ്യസഭ പിരിച്ചുവിട്ടെന്ന് ഒരിക്കലും പറയാം. കാരണം രാജ്യസഭ പിരിച്ചുവിടില്ല. അപ്പം എന്താണ് രാജ്യസഭയെ പിരിച്ചുവിട്ടാൽ മാത്രമേ പാർലമെന്റ് പിരിച്ചുവിട്ടെന്നുള്ള പ്രയോഗം ശരിയാവും.
അപ്പം പാർലമെന്റിന്റെ പിരിച്ചുവിടാത്ത സ്ഥിരം സഭ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജ്യസഭയാണ്. അപ്പൊ ഇതെന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 അംഗങ്ങള് അവരുടെ കാലാവധി അവരുടെ എന്താണ് 6 വർഷം എന്നുള്ള കാലാവധി പൂർത്തിയാക്കിയിട്ട് പിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അതിന് ആ ഒരു പിരിഞ്ഞു പോയിട്ടുള്ള വേക്കന്റ് ആയിട്ടുള്ള ആ ഒരു സീറ്റിലേക്ക് വീണ്ടും ഇലക്ഷൻ നടക്കുന്നു, അത് ഫില്ല് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ സഭ എപ്പോഴും ഉണ്ടാവും, പിരിഞ്ഞു പോകുന്നില്ല, സഭ പൂർണ്ണമായിട്ടും പിരിഞ്ഞു പോകുന്നില്ല. സോ നമ്മുടെ എന്താണ് രാജ്യസഭ പിരിഞ്ഞു പോകുന്നുണ്ടോ? ഇല്ല. അപ്പം എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യസഭ പിരിച്ചുവിടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചോദ്യത്തിന്റെ ആവശ്യമില്ല. കാര്യം ഇത് ഒരിക്കലും പിരിഞ്ഞു പോകാത്ത ഒരു സഭയാണ് രാജ്യസഭ, പാർലമെന്റ് സ്ഥിരം സഭയാണ്. 11ാമത്തെ ചോദ്യം നോക്കൂ. സുപ്രീം കോടതിയിലെ ഉദ്യോഗസ്ഥരെയും സേവകരെയും നിയമിക്കാൻ ആർക്കാണ് അധികാരം? ഓക്കെ, സുപ്രീം കോടതിയിലെ ഉദ്യോഗസ്ഥരെയും സേവകരെയൊക്കെ നിയമിക്കാൻ ആർക്കാണ് അധികാരം? ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിന്, പാർലമെന്റിന്, പ്രധാനമന്ത്രിക്ക്, പ്രസിഡന്റിന്. ആർക്കാണ് അധികാരം? അത് പ്രസിഡന്റിനാണ് അതിനുള്ള അധികാരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 12ാമത്തെ ചോദ്യം നോക്കൂ. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിനുള്ള ശരിയായ കാരണം എന്ത്? ഒരു സംസ്ഥാനത്ത് പ്രസിഡൻഷ്യൽ റൂൾ വരുന്നു. ഒരു സംസ്ഥാനത്ത് എന്താണ് പ്രസിഡൻഷ്യൽ റൂൾ കൊണ്ടുവരികയാണ്. അപ്പൊ ഈ പ്രസിഡൻഷ്യൽ റൂൾ വരാനുള്ള കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, തൂക്കുസഭ ഉണ്ടാവുന്നു. തൂക്കുസഭ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സംസ്ഥാനം, കേരള സംസ്ഥാനത്ത് എന്താണ് നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പം കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം ഒരു പാർട്ടിക്കും കിട്ടുന്നില്ല. കൃത്യമായിട്ടൊരു മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ഒരു പാർട്ടിക്കും കിട്ടുന്നില്ല. അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ തൂക്കുസഭ എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിൽ എന്ത് ചെയ്യാം? പ്രസിഡൻഷ്യൽ റൂൾ കൊണ്ടുവരാം. പ്രസിഡന്റ് നേരിട്ട് ആ സംസ്ഥാനത്തിന്റെ ഭരണം ഏറ്റെടുക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ആണ്. അടുത്തതാണ് ബി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭൂരിപക്ഷ പാർട്ടി ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ വിസമ്മതിക്കുകയും ഗവർണർക്ക് ഒരു സഖ്യ മന്ത്രിസഭ കണ്ടെത്താൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ, അതായത് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, ഭൂരിപക്ഷം ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടി, ഒരു പാർട്ടി വളരെ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു. അപ്പൊ സാധാരണഗതിയിൽ എന്താണ്? ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടി എന്ത് ചെയ്യുന്നു? മന്ത്രിസഭ രൂപീകരിക്കുന്നത്, അല്ലെ? അപ്പൊ ആ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു പാർട്ടിയിൽ നിന്നും ഒരു വ്യക്തി മുഖ്യമന്ത്രിയാകും. ആ മുഖ്യമന്ത്രി പാർട്ടി ചെയ്യുന്നതനുസരിച്ച് മറ്റു മന്ത്രിമാർ വരുന്നു. ആ മന്ത്രിമാരെ ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്നു. അങ്ങനെ മന്ത്രിസഭ രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു അസാധാരണമായ സാഹചര്യം ഉണ്ടാവും. അതായത് എന്താണ്? ഭൂരിപക്ഷം കിട്ടിയ പാർട്ടി പറയാണ് ഞങ്ങൾക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ താല്പര്യമില്ല എന്ന് പറയണം. അപ്പൊ ആ സാഹചര്യത്തിൽ എന്താണ്? അപ്പൊ ഗവർണറുടെ മേലൊരു ഉത്തരവാദിത്വം വരുന്നത് പുതിയൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയെ കണ്ടെത്തുക എന്നൊരു ഉത്തരവാദിത്വം വരുന്നു. അപ്പൊ ബാക്കിയുള്ള ഇലക്ഷൻ അനുസരിച്ച് പാർട്ടിയിൽ നിന്നും ഒരു പൊതുവായിട്ടൊരു മന്ത്രിസഭ കണ്ടെത്താൻ ആർക്ക് പറ്റുന്നില്ല എങ്കിൽ, രാഷ്ട്രപതിക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ പ്രസിഡന്റ് ഭരണം ഏറ്റെടുക്കും. പ്രസിഡൻഷ്യൽ റൂൾ വരുന്നതാണ് ബി പറയുന്നത്. ഓക്കെ, ആഭ്യന്തര അട്ടിമറി. അതായത് ആഭ്യന്തര അട്ടിമറി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നിയമസഭയിലെ പ്രവർത്തനങ്ങൾ ശരിക്കും ഒന്നെങ്കിൽ ഗവൺമെന്റ് പറയുന്ന രീതിയിൽ, സെൻട്രൽ ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഒരു പാർലമെന്ററി സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കണമെന്ന്, കോൺസ്റ്റിറ്റ്യൂഷൻ നിയമസഭ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വലിയൊരു അട്ടിമറി സംഭവിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? പ്രസിഡൻഷ്യൽ റൂൾ, അതായത് ഗവർണർ പറയുകയാണെങ്കിൽ വലിയൊരു മോശപ്പെട്ട സാഹചര്യത്തിലൂടെ സംസ്ഥാനം കടന്നു പോകാതെ ഗവൺമെന്റ് ലെറ്റർ പ്രസിഡന്റിനെ കൊടുത്തത് ധരിപ്പിക്കുകയാണെങ്കിൽ പ്രസിഡൻഷ്യൽ റൂൾ വരുന്നതാണ് സി പറഞ്ഞത്. ഡി പറയുന്ന മുകളിൽ പറഞ്ഞവയെല്ലാം എന്നാണ് സിയുടെ ഡി പറയുന്നത്. അപ്പൊ ആൻസർ പറയുന്നത് ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം, ഈ 3 സാഹചര്യങ്ങൾ, എ ബി സി 3 സാഹചര്യങ്ങൾ എന്ത് ചെയ്യാം? പ്രസിഡൻഷ്യൽ റൂൾ വരാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ്. എന്തൊക്കെയാന്ന് നോക്കിയൊന്ന്. തൂക്കുസഭ ഉണ്ടാകുമ്പോൾ, ബി ഭൂരിപക്ഷ പാർട്ടി ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ വിസമ്മതിക്കുകയും ഗവർണർക്ക് ഒരു സഖ്യ മന്ത്രിസഭ കണ്ടെത്താൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ, സി ആഭ്യന്തര അട്ടിമറി ഉണ്ടാവും. ഇതിൽ 3 ആൻസേഴ്സ് എന്താണ് ശരിയായിട്ടുള്ള, അതായത് പ്രസിഡൻഷ്യൽ റൂളിന് കാരണമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. സോ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഡി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ? നമുക്ക് അടുത്തിലേക്ക് പോവാം. കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശ നിയമം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ അവകാശ നിയമം RTA, അല്ലെ? ഏത് വർഷമാണ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഏത് വർഷമാണ് നിലവിൽ വന്നത്? നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താണ്? ഏകദേശം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതമായിട്ട് വിദ്യാഭ്യാസം നൽകണം എന്നുള്ളത് അവരുടെ ഗാർഡിയൻസിന്റെ ഉത്തരവാദിത്തമാണ്. നിർബന്ധമായിട്ട് അവർക്ക് വിദ്യാഭ്യാസവും നൽകണം. അതേപോലെ തന്നെ സൗജന്യമായിട്ട് തന്നെ ഗവൺമെന്റ് നമുക്ക് എന്ത് ചെയ്യുന്നത്? വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. അപ്പൊ ഇത് നിയമമായത് ഏത് ആക്ട് വഴിയാണ്? അത് എന്താണ്? വിദ്യാഭ്യാസ അവകാശ നിയമം വഴിയാണ്. അത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. A 2009, B 2010, C 2011, D 2013. അപ്പൊ ഏത് വർഷമാണ് ആദ്യമായിട്ട് വന്നെന്ന് പറയുന്നത്? A 2009ലാണ്. 2009ലാണ് നമ്മുടെ ഈ ഒരു വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത്, കുട്ടികൾക്ക് സൗജന്യ നിർബന്ധമായിട്ടുള്ള വിദ്യാഭ്യാസ നിയമം നിലവിൽ വരുന്നത്
2009 ഓപ്ഷൻ എ. പിന്നെ അടുത്ത നിയമവാഴ്ച. നിയമവാഴ്ച, റൂൾ ഓഫ് ലോ നമ്മൾ പറയും ഇംഗ്ലീഷിൽ. നിയമവാഴ്ച എന്ന ആശയം ഏത് രാജ്യത്തിന്റെ ഭരണഘടനാ സംവിധാനത്തിന്റെ പ്രത്യേകതയാണ്? ബ്രിട്ടൻ, USA, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്. അപ്പൊ നമ്മൾ ഇന്ത്യയിൽ നിയമവാഴ്ചയാണ്, റൂൾ ഓഫ് ലോ ആണ്. ഇവിടെ നിയമങ്ങളാണ് കാര്യങ്ങൾ നോക്കുന്നത്. നിയമങ്ങൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇന്ത്യയിലെ ജനങ്ങൾക്കാണെങ്കിലും ഇന്ത്യയിലെ ഭരിക്കുന്നവർക്കാണെങ്കിലും കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. അല്ലെ? അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ എന്താണ് നിയമവാഴ്ചയാണെന്ന് പറയാം, റൂൾ ഓഫ് ലോ ആണെന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ഏത് 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 കൺട്രിയിൽ നിന്നാണ്, ഏത് രാജ്യത്തിൽ നിന്നാണ് ഈ ഒരു ആശയം നമ്മൾ കടമെടുത്തത് എന്നൊരു ചോദ്യമായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. ബ്രിട്ടൻ, USA, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും നമ്മുടെ ബ്രിട്ടനിലാണ്, അതായത് നമ്മുടെ ഇന്ത്യയിലെ പാർലമെന്ററി സിസ്റ്റം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ ഈ നിയമവാഴ്ച എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ നിയമവാഴ്ച എന്ന് പറയുന്ന ആശയവും കടമെടുത്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത 15ാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ, ഓക്കെ, ഏത് ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു ആശയം കടമെടുത്തിരിക്കുന്നതാണ്? അതായത് ഇവിടുത്തെ ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മുടെ ഭരണഘടനയിൽ വേണം, ഇന്ത്യയുടെ ഭരണഘടനയിൽ വേണമെന്നുള്ള ഒരു ആശയം നമ്മൾ എവിടുന്നാണ് കടമെടുത്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. USA ആണോ, UK ആണോ, USSR ആണോ, ഒന്നുമില്ല. USA ആണ്, USA ആണ്. ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് USAയുടെ മൗലിക അവകാശങ്ങൾ, ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് പറയുന്നത്. ആ ബിൽ ഓഫ് റൈറ്റ്സ്, USAയുടെ ബിൽ ഓഫ് റൈറ്റ്സ് ആണ് നമുക്കതിന് പ്രചോദനമായിട്ടുള്ളത്. ഇനി നോക്കാം, ഉത്തർപ്രദേശിൽ നിന്നും എത്ര അംഗങ്ങളെ രാജ്യസഭയിലേക്ക് നിയമിക്കാം? ഉത്തർപ്രദേശിൽ നിന്നും എത്ര അംഗങ്ങളെ രാജ്യസഭയിലേക്ക് നിയമിക്കാം എന്നാണ് ചോദ്യം. A 22, B 39, C 31, D 18. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് സൂക്ഷിക്കുന്നത്. ഈ ഒരു എന്താണ് ഉത്തർപ്രദേശിന്റെ പ്രത്യേകത? ഇത്രയും സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശിൽ ഒരു ചോദ്യം മതി. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റ് ആണെങ്കിലും ലോകസഭാ സീറ്റ് ആണെങ്കിലും ഉള്ളത്. ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റ് ഉള്ളത് ഇവിടുന്നാണ്, ഉത്തർപ്രദേശിൽ നിന്നാണ്. അതായത് നമുക്കറിയാം ജനസംഖ്യയുടെ ആനുപാതത്തിലാണ് നമ്മുടെ സീറ്റുകൾ, പാർലമെന്റിലേക്കുള്ള സീറ്റുകൾ നിർണ്ണയിക്കുന്നത്. രാജ്യസഭയിലോട്ടായിക്കോട്ടെ ലോക്സഭയിലോട്ടായിക്കോട്ടെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള, ജനസംഖ്യ ഉള്ള സ്ഥാനത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉണ്ടാവും. അത് ജനസംഖ്യ ഇത്ര ജനങ്ങൾക്ക് ഒരു പ്രതിനിധി എന്നുള്ള കണക്കാണ്, ആനുപാതികമായിട്ടാണ്. സോ അതുകൊണ്ട് മനസ്സിലാക്കും ഉത്തർപ്രദേശിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ നമ്മുടെ രാജ്യസഭയിലേക്ക് എത്തുന്നത്. അത് എത്ര പേരാണ്? A 22 പേരാണോ, B 39 പേരാണോ, C 31 ആണോ, D 18 ആണോ? അത് C ആണ്, 31 അംഗങ്ങളാണ്. ഉത്തർപ്രദേശിൽ നിന്ന് 31 അംഗങ്ങളാണ് രാജ്യസഭയിലേക്ക് എത്തുന്നത്. ഉത്തർപ്രദേശിൽ നിന്ന് 31 അംഗങ്ങളാണ് രാജ്യസഭയിലേക്ക് എത്തുന്നത്. നമുക്ക് നോക്കാം 17ാമത്തെ ചോദ്യം നോക്കി. 1946 ഇന്ത്യൻ ഭരണഘടനാ രൂപീകരണ വേളയിൽ അസംബ്ലിയുടെ ഭരണഘടനാ ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ടത് ആരാണ്? അതായത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി, ഭരണഘടനാ അസംബ്ലി എന്ന് പറയുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് കേട്ടോ. നമ്മുടെ ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഉപദേഷ്ടാവായിട്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്വൈസർ ആയിട്ട്, ഉപദേഷ്ടാവായിട്ട് നമ്മൾ നിയമിച്ചത് ആരെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ BN റാവു, BR അംബേദ്കർ, C ഗോപാൽസ്വാമി അയ്യങ്കാർ, പിന്നെ KM മുൻഷി, KM മുൻഷി. ഇത്രയാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കി, ഗോപാൽസ്വാമി അയ്യങ്കാറും KM മുൻഷിയും BR അംബേദ്കർ ഇവരൊക്കെ നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആണ് അല്ലെ. അപ്പൊ BN റാവുവിനെ ഓർത്തിരിക്കുക. BN റാവു ഭരണഘടനയുടെ ആദ്യത്തെ നക്തൽ ഭരണ രൂപ ആദ്യമായിട്ട് തയ്യാറാക്കിയത് BN റാവുവാണ്. ഈ BN റാവു തന്നെയാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അഡ്വൈസർ, കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്വൈസർ ആയിരുന്നത്, ഉപദേശകനായിരുന്നത് BN റാവു ആണ്. ഇനി അടുത്ത 18ാമത്തെ ചോദ്യം നോക്കിയേ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഏത്? മണ്ഡൽ കമ്മീഷൻ, സബ്കാരി കമ്മീഷൻ, നാനാവതി കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. അത് സബ്കാരിയ കമ്മീഷനാണ്. ഏതാണ്? സബ്കാരിയ കമ്മീഷനാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സബ്കാരിയ കമ്മീഷനാണ്. ഇനി അടുത്തത് 19ാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യ ശേഷം ഇന്ത്യയിൽ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്? 1 തവണ, 2 തവണ, 3 തവണ, 4 തവണ. നമുക്ക് അറിയാവുന്ന ആൻസർ തന്നെയാണ്. അതേതാണ് 1 തവണയാണ്. ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ ടൈമില് 1 തവണ മാത്രമാണ് നമുക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി 20ാമത്തെ ചോദ്യം എന്താണ്? ഇന്ത്യൻ ലോക്പാൽ ബിൽ രൂപീകരിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ചത് ആര്? വിപിൻ ഹസാരിക, B അന്ന ഹന്ന ഹസാരെ,
അടുത്തത് ബാബ ആംബേദ് ഡി മേധ പട്കർ. ഏതാണ്? അന്നാസാരിയാണ് നമുക്ക് നമ്മുടെ എന്താണ് ലോക്പാൽ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സമരങ്ങളും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയ ലീഡർ എന്ന് പറയുന്നത് അന്നാഹസാരിയാണ്. ഓക്കെ. 21ാമത്തെ ചോദ്യം എന്താണ്? എല്ലാ പൊതു ഇടങ്ങളിലും എല്ലാ പൗരന്മാർക്കും തുറന്നിട്ടുണ്ട് എന്ന് ഇന്ത്യൻ ഭരണഘടന തുറന്നിട്ടുണ്ടെന്ന് ഇന്ത്യൻ ഭരണഘടന ഇനി പറയുന്ന ആർട്ടിക്കിൾ ഏതിലാണ് പറയുന്നത്? അതായത് പബ്ലിക് ആയിട്ടുള്ള എല്ലാ പബ്ലിക് പ്ലേസിലും എല്ലാ ഇന്ത്യക്കാർക്കും ഒരേപോലെ പ്രവേശിക്കാമെന്ന് നമുക്ക് ഉറപ്പ് നൽകുന്ന ഈ മൗലിക കടമ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിൽ പറഞ്ഞിരിക്കുന്നു ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 15(2), ആർട്ടിക്കിൾ 16(2), ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 18 ഇങ്ങനെ ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ആർട്ടിക്കിൾ 18 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അബോളിഷ്മെന്റ് ഓഫ് ടൈറ്റിൽ ആണ്. അതായത് ഒരു തലക്കെട്ട് നമ്മുടെ ഇന്ത്യയിൽ പ്രിവിലേജ് ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന കുറച്ച് വാക്കുകളുണ്ട് അല്ലെ. അതായത് റാണി എന്ന് ഉപയോഗിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. റാണി, പിന്നെ അതേപോലെ തന്നെ എന്താണ് ബഹദൂർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വിളിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ പല ഇടങ്ങളിലായിട്ട് നാട്ടുരാജാക്കന്മാർക്ക് പല ടൈറ്റിലുകൾ കൊടുത്തിട്ടായിരുന്നു വിളിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒരു ടൈറ്റിലുകളും ഇന്ത്യ അങ്ങനെ ഉപയോഗിക്കരുത്. അബോളിഷ്മെന്റ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. കാര്യം എല്ലാവരും തുല്യരാണ്. പ്രത്യേകിച്ച് ഒരു ടൈറ്റിലിട്ട് ആരെയും വിളിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ആർട്ടിക്കിൾ 18. പിന്നെ ആർട്ടിക്കിൾ 17 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 17 എന്തായിരുന്നു? അത് തൊട്ടുകൂടായ്മയുടെ നിരോധനമാണ്. അതായത് തുണിച്ചാടനം എന്നൊക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ നമ്മുടെ പ്രൊവിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, മഹാത്മാഗാന്ധിക്ക് ചെയ്യുന്നു പറഞ്ഞിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാസ്സാക്കിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. അപ്പൊ അതല്ല. ആർട്ടിക്കിൾ 16 പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും എന്താണ് ജാതിയുടെയോ മതത്തിന്റെയോ അല്ലെങ്കിൽ മറ്റൊന്നിന്റെയും പേരിൽ എന്താണ് ആർക്കും വിവേചനം പാടില്ല. അതായത് പബ്ലിക് ഓഫീസിൽ പബ്ലിക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ആ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എല്ലാവർക്കും ഒരേപോലെ, അവസരങ്ങളെല്ലാം എല്ലാവർക്കും ഒരേപോലെ ലഭിക്കണമെന്നും ജാതിയുടെയോ ലിംഗത്തിന്റെയോ മതത്തിന്റെയോ ഒന്നും പേര് പറഞ്ഞിട്ട് അത് മാറ്റി അതിന്റെ വിവേചനം വരുത്തരുതെന്നൊക്കെയാണ് ആർട്ടിക്കിൾ 16 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 15 നോക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ ഒരെണ്ണേ ഉള്ളൂ അല്ലെ. ആർട്ടിക്കിൾ 15 മാത്രമാണ് അവശേഷിക്കുന്നത്. ആർട്ടിക്കിൾ 15ലാണ് ശരിക്കും എന്ത് പറയുന്നത്? എന്താണ് ജാതിയുടെ പേരില്, മതത്തിന്റെ പേരില്, അതേപോലെ തന്നെ പ്ലേസ് ഓഫ് ബർത്തിന്റെ പേരില്, ലിംഗത്തിന്റെ പേരില്, ഇതിന്റെ പേരിൽ ആർക്കും വിവേചനം വരുത്തരുതെന്നും പറയുന്നു. അതേപോലെ തന്നെ എല്ലാ പബ്ലിക് സ്ഥാപനങ്ങളും, അതായത് നമ്മുടെ ഹോട്ടലുകൾ, പബ്ലിക് റെസ്റ്റോറൻറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് അതേപോലെ പബ്ലിക് എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ, ഇവിടെ ഒന്നും തന്നെ ആർക്കും എന്തരുത് വിവേചനം വരുന്നെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15 ആണ്. ആർട്ടിക്കിൾ 15ലാണ്. ഇനി 22ാമത്തെ ചോദ്യം നോക്കാം. സാമ്പത്തികവും സാമൂഹികമായ ആസൂത്രണം ഈ പറയുന്നവയിൽ ഏത് ലിസ്റ്റിലാണെന്നാണ്. നമുക്ക് 3 ലിസ്റ്റുകൾ തന്നിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. മുകളിൽ പറഞ്ഞ ഒന്നുമല്ല. സാമ്പത്തിക ആസൂത്രണവും സാമൂഹിക ആസൂത്രണവും ഒക്കെ ഏത് ലിസ്റ്റിലാണ് വരുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. എന്താണ്? കൺകറന്റ് ലിസ്റ്റ് ആണ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരേപോലെ നിയമനിർമ്മാണത്തിനുള്ള അവകാശമുള്ള വിഷയങ്ങളാണ് ഈ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. അപ്പൊ സാമൂഹ്യ ആസൂത്രണവും അതേപോലെ സാമ്പത്തിക ആസൂത്രണവും എന്നൊക്കെ പറയുന്നത് എവിടെയാണ് വരുന്നത്? കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. 23ാമത്തെ ചോദ്യമാണ്. പാർലമെന്റ് പൗരത്വ നിയമം പാസ്സാക്കിയ വർഷം 1950, 1955, 1960, 1965. ആൻസർ എത്രയാണ്? ബി ആണ്. 1955ലാണ് നമ്മുടെ പാർലമെന്റ് പൗരത്വ നിയമം പാസ്സാക്കിയത്. ഇനി താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ് ഭരണഘടന രൂപീകരിച്ചത്? ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഡൊമിനിയൻ സ്റ്റാറ്റസ് നൽകുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജിന്നയുടെ 14 പോയിന്റുകൾ, നെഹ്റു റിപ്പോർട്ട്, ബട്ട്ലർ റിപ്പോർട്ട്, സൈമൺ കമ്മീഷൻ. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ സൈമൺ കമ്മീഷന്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞിരുന്നു. എന്താണ് സൈമൺ കമ്മീഷൻ? ഇന്ത്യയിലേക്ക് വന്നിട്ട് എന്താണ് ഇന്ത്യക്ക് പുതിയ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കുള്ള കാര്യങ്ങൾ ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പം നോക്കുമ്പോൾ നമുക്ക് ഈ സൈമൺ കമ്മീഷനില് ഇന്ത്യക്ക് വേണ്ടിയിട്ട് വരുന്ന കമ്മീഷനാണ്. പക്ഷെ അതില് എല്ലാവരും ബ്രിട്ടീഷുകാരായിരുന്നു. ഒരു ഇന്ത്യക്കാരെ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മള് ഭരണത്തിലൊക്കെ ഉൾപ്പെടുത്തുന്നു, അതേപോലെ തന്നെ നമുക്ക് സ്വയംഭരണം നൽകാമെന്നൊക്കെ ബ്രിട്ടീഷുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമാണ്. പക്ഷെ നമ്മൾ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്മീഷനെ നമ്മളെ ഭാഗമാക്കിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യക്കാർക്ക് എല്ലാ പാർട്ടി, INC ആയിക്കോട്ടെ, അന്നുള്ള മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, എല്ലാ പാർട്ടി എന്ത് ചെയ്യാണ്? ആ കമ്മീഷൻ ബോയ്ക്കോട്ട് ചെയ്യുകയാണ്. ആ കമ്മീഷനെ ബഹിഷ്കരിക്കുകയും വലിയ രീതിയിലുള്ള അജിറ്റേഷൻ ഒക്കെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കാം. അപ്പോഴെന്താന്ന് വെച്ച് കഴിഞ്ഞാല്
അപ്പൊ ഇന്ത്യക്കാർക്ക് നേരെ ഒരു വെല്ലുവിളി ബ്രിട്ടീഷ് ഗവൺമെന്റ് നടത്തുന്നുണ്ട്. അപ്പം സൈമൺ കമ്മീഷനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് നിങ്ങളൊരു ഭരണഘടനാ പരിഷ്കാരം, നിങ്ങൾക്ക് വേണ്ടുന്ന ഭരണഘടന, നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, നിയമങ്ങൾ എന്താണെന്ന് നിങ്ങളുടെ രീതിയിൽ അത് തയ്യാറാക്കൂ എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളി നടത്തുന്നു. അപ്പൊ ഇത് നമ്മൾ എന്താണ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ പേരിൽ ഒരു എല്ലാ പാർട്ടികളും കൂടി ചേർന്നിട്ട് ഒരു സർവകക്ഷി എന്താണ് സംഘം രൂപീകരിച്ചിട്ട്, അപ്പം മോട്ടിലാൽ നെഹ്റു ആണ് അതിന്റെ ഒരു തലപ്പത്ത് വരുന്നത്. അദ്ദേഹം എന്താണ് നമുക്ക് വേണ്ടിയിട്ട്, ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടൊരു എന്താണ് ഒരു ഭരണഘടനാ പരിഷ്കാരങ്ങൾ അടങ്ങുന്ന ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ നെഹ്റു റിപ്പോർട്ട് എന്ന് പറയും. അപ്പം ഇതിലാണ് ഇന്ത്യക്ക് ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ് വേണം, പുത്രികാ രാജ്യ പദവി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. നെഹ്റു റിപ്പോർട്ടിലാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ നെഹ്റു റിപ്പോർട്ടിലാണ് നമുക്കൊരു പുത്രികാ രാജ്യ പദവി. എന്താണ് പുത്രികാ രാജ്യ പദവി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടന്റെ കൺട്രോൾ ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യക്കകത്തുള്ള ഭരണം നമ്മൾ നടത്തുന്നു എന്നുള്ളതാണ്. ഇന്ത്യക്കാർ തന്നെ സ്വയംഭരണം നടത്തുക എന്നുള്ളതാണ് ഈ ഡൊമിനിയൻ സ്റ്റാറ്റസിന്റെ അർത്ഥം. അപ്പൊ ഈ ഡൊമിനിയൻ സ്റ്റാറ്റസ് നെഹ്റു റിപ്പോർട്ടിലാണ് താഴെ തന്നിരിക്കുന്നത് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ നെഹ്റു റിപ്പോർട്ടാണ് ശരിയായിട്ടുള്ള ആൻസർ. ആൻസർ ബി ആണ് ശരി. ഇനി സംസ്ഥാന നിയമസഭാ സ്പീക്കർ രാജിവെക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ താഴെ പറയുന്ന ഏതൊക്കെ അധികാരികൾക്ക് അല്ലെങ്കിൽ ആർക്കാണ് അദ്ദേഹം തന്നെ രാജിക്കത്ത് കൊടുക്കുന്നതെന്നാണ്. അപ്പം നിയമസഭാ സ്പീക്കറാണ് കേട്ടോ. സംസ്ഥാന നിയമസഭാ സ്പീക്കർ രാജിവെക്കുകയാണെങ്കിൽ അദ്ദേഹം രാജിക്കത്ത് നൽകുന്നത് മുഖ്യമന്ത്രിക്കാണോ, ഗവർണർക്കാണോ, ഹൈക്കോടതി ജഡ്ജിക്കാണോ, പ്രസിഡന്റിനാണോ? അദ്ദേഹം രാജിക്കത്ത് നൽകേണ്ടത് ഗവർണർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്. ഇനി നോക്കൂ 26ാമത്തെ ചോദ്യം. ഇനി പറയുന്നതിൽ ഏതൊക്കെ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് നിയമനിർമ്മാണ സഭയുള്ളത്? അപ്പൊ നോക്കാം. പുതുച്ചേരി, ഡൽഹി, ജമ്മു ആൻഡ് കാശ്മീർ, മുകളിൽ പറഞ്ഞവയല്ല. എന്താണ് 3 ചോദ്യങ്ങൾ, 3 യൂണിയൻ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നോക്കാം. പുതുച്ചേരിയിൽ എന്തുണ്ട്? നിയമനിർമ്മാണ സഭയുണ്ട്. അവിടെ മുഖ്യമന്ത്രി തലവനാണ് നിയമനിർമ്മാണ സഭയുണ്ട്. ഡൽഹിയിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, നിയമനിർമ്മാണ സഭയുള്ള സ്ഥലമാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, മുഖ്യമന്ത്രിയുണ്ട്. ജമ്മു ആൻഡ് കാശ്മീർ നമുക്കറിയാം, റീസെന്റ് ആയിട്ട് നമുക്കൊരു കേന്ദ്രഭരണ പ്രദേശമായതാണ് ജമ്മു ലഡാക്ക് അല്ലെ. ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക്. ജമ്മു ആൻഡ് കാശ്മീരിലും എന്തുണ്ട്? നിയമനിർമ്മാണ സഭയുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്. അപ്പൊ ഈ 3 കേന്ദ്രഭരണ പ്രദേശത്തും എന്തുണ്ട്? നിയമനിർമ്മാണ സഭയുണ്ട്, മുഖ്യമന്ത്രി തലവനായിട്ടുള്ള നിയമനിർമ്മാണ സഭയുണ്ട്. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞവയെല്ലാം ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. മുകളിൽ പറഞ്ഞവ എല്ലാം ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, 27ാമത്തെ ചോദ്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്, നിൽക്കട്ടെ. 28ാമത്തെ ചോദ്യം എന്താണ്? ഒരു സഭ പാസ്സാക്കിയതും മറ്റൊരു സഭയിൽ കെട്ടിക്കിടക്കുന്നതുമായ ഒരു ബില്ല് പരിഗണിക്കാൻ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം എത്ര കാലത്തേക്ക് വിളിക്കാം? ഓക്കെ, ആ ചോദ്യം ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. അതായത് നമുക്കിപ്പോ സംയുക്ത സമ്മേളനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നമ്മുടെ പാർലമെന്റിലെ രാജ്യസഭയും ലോകസഭയും കൂടെ ഒരുമിച്ച് വിളിച്ചിരുത്തി ഒരു ബില്ലിന്റെ മേലുള്ള തർക്കങ്ങളൊക്കെ പരിഹരിച്ച് ആ ബില്ല് പാസ്സാക്കുന്ന ഒരു സമുദായത്തെയാണ് നമ്മൾ സംയുക്ത സമ്മേളനം എന്ന് പറയുന്നത്. അപ്പൊ ഈ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ പ്രസിഡന്റ് ആണ്, രാഷ്ട്രപതിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്. സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുമ്പോൾ അതിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് എന്ന് പറയുന്നത് ലോകസഭയുടെ സ്പീക്കറാണ്. അപ്പൊ ഏത് സാഹചര്യത്തിലാണ് സംയുക്ത സമ്മേളനം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ എന്താണ് പാർലമെന്റിൽ ഒരു ബില്ല് പാസ്സാവാന്ന് പറയുന്നത് രാജ്യസഭയിലും ബില്ല് പാസ്സാവണം, ലോക്സഭയിലും ബില്ല് പാസ്സായി കഴിഞ്ഞിട്ട് രാഷ്ട്രപതി ഒപ്പുവെക്കുമ്പോഴാണ് ബില്ല് പാസ്സായി നിയമമാകുന്നത്. ഏതൊരു സാഹചര്യം എന്ന് പറയുന്നത്, ഇപ്പൊ രാജ്യസഭ ഒരു ബില്ല് പാസ്സാക്കി ലോകസഭയിലേക്ക് അയച്ചു. പക്ഷെ ലോകസഭ 6 മാസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ബില്ല് തിരിച്ച് പാസ്സാക്കിയിട്ട് അയക്കുന്നില്ല. അപ്പൊ അങ്ങനെ സാഹചര്യം വരുമ്പോ, പിന്നെ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ബില്ലിന്റെ മേൽ 2 സഭകളിലും തർക്കങ്ങൾ വരുമ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ആ സംയുക്ത സമ്മേളനത്തില് ഈ തർക്കങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിച്ച് എന്താണ് ആ ബില്ല് പാസ്സാക്കി എടുക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം സംയുക്ത സമ്മേളനങ്ങളിൽ നമ്മൾ കേവല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ബില്ല് പാസ്സാക്കാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര സമയം കഴിഞ്ഞിട്ട് ഒരു സഭ പാസ്സാക്കി അടുത്ത സഭ പാസ്സാക്കുന്നില്ല, ഇങ്ങനെ ഒരു രണ്ടുപേർക്കും ഇടയിൽ ഒരു തർക്കം വരുമ്പോ ഒരു സഭ പാസ്സാക്കിയിട്ട് എത്ര കാലം കഴിഞ്ഞിട്ട് അടുത്ത സഭ പാസ്സാക്കുന്നില്ല? 2 മാസമാണോ, 3 മാസമാണോ, അല്ലെങ്കിൽ 4 മാസമാണോ, 5 മാസമാണോ, 6 മാസമാണോ? അപ്പൊ ഈ എത്ര കാലയളവ് പാസ്സാക്കിയില്ലെങ്കിലാണ് നമുക്ക് സംയുക്ത സമ്മേളനം വിളിക്കാൻ പറ്റുന്നതെന്നാണ് ചോദ്യം. 6 മാസമാണ് ആൻസർ. അതായത് ഒരു രാജ്യസഭ പാസ്സാക്കി 6 മാസം കഴിഞ്ഞിട്ട് ലോകസഭ
ആ ബില്ലിന് പാസ്സാക്കുന്നില്ല, അല്ലെങ്കിൽ ലോക്സഭ ഒരു ബില്ല് പാസ്സാക്കി 6 മാസമായി, 6 മാസമായിട്ടും രാജ്യസഭ അത് പാസ്സാക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? സംയുക്ത സമ്മേളനം വിളിക്കാവുന്നതാണ്. സംയുക്ത സമ്മേളനം വിളിക്കാവുന്നത് ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രാജ്യസഭയെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? രാജ്യസഭയെ സംബന്ധിച്ച് ഇനി പറയുന്നതിൽ ഏതാണ് ശരിയല്ലാത്തത്? രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ഒരു സ്ഥിരം സഭയാണ്, സ്ഥാപനമല്ല, സഭയാണ്. ഒരു സ്ഥിരം സ്ഥാപനമാണ്, സ്ഥിരം ഒരു പെർമനന്റ് ബോഡിയാണ് നമുക്ക് പറയാം. ഓക്കെ, രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. 1952 ഏപ്രിൽ 3 ഇത് ആദ്യമായി സ്ഥാപിതമായി. രാജ്യസഭാ അംഗങ്ങളിൽ 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. അതിന്റെ 3 അംഗങ്ങൾ എല്ലാ വർഷവും വിരമിക്കുന്നു. ഇത്രയാണ് നമ്മൾ രാജ്യസഭയെ കുറിച്ച്. അപ്പൊ ഇതില് ശരിയല്ലാത്തത് ഏതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ രാജ്യസഭ ഒരു സ്ഥിര സഭയാണെങ്കിൽ, സ്ഥിര സ്ഥാപനമാണ് നമുക്കറിയാം. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ഇനി അടുത്ത് നോക്കൂ. 1952 ഏപ്രിൽ 3 ഇത് ആദ്യമായി സ്ഥാപിതമാകുന്നതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി രാജ്യസഭാ അംഗങ്ങളിൽ 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. നമുക്ക് അറിയാവുന്നതാണ്. കലാ, സാഹിത്യം, സാമൂഹ്യ സേവനം, ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ നിന്ന് എന്താണ് രാഷ്ട്രപതി രണ്ടിനും സംഭാവനകൾ നൽകിയിരിക്കുന്ന, നല്ല രീതിയിൽ സംഭാവന നൽകിയിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു? രാജ്യസഭയിലേക്ക് എന്താണ് മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നു, നാമനിർദ്ദേശം ചെയ്യുന്നു. അപ്പൊ അതെത്ര പേരാണ്? 12 പേരാണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അതിന്റെ 3 അംഗങ്ങൾ എല്ലാ വർഷവും വിരമിക്കുന്നു. നമുക്കറിയാം 3 അംഗങ്ങൾ ഒരു പർട്ടിക്കുലർ ടൈമിന്റെ ഇടയിൽ വിരമിക്കുന്നുണ്ടെന്ന് അറിയാം. ഒരു 6 വർഷ കാലാവധി പൂർത്തീകരിച്ച 3 അംഗങ്ങൾ വിരമിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അത് എല്ലാ വർഷമല്ല, എല്ലാ 2 വർഷവും കൂടുമ്പോഴാണ്. എല്ലാ 2 വർഷം കൂടുമ്പോഴും രാജ്യസഭയിലെ 3 അംഗങ്ങൾ കാലാവധി പൂർത്തിയാക്കി വിരമിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി 30ാമത്തെ ചോദ്യം നോക്കൂ. ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റെന്ന്, നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒന്നാമത്തെ എന്താണ്? യോഗ്യരായ വോട്ടർമാർ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ലോക്സഭാ അംഗങ്ങൾ. ഒന്നാമത്തത് 18 യോഗ്യത എന്ന് പറയുമ്പോൾ 18 വയസ്സാണ് അല്ലെ. 18 വയസ്സ് പൂർത്തിയായ വോട്ടേഴ്സ് നേരിട്ട് തിരഞ്ഞെടുത്താണ് ലോക്സഭയിലേക്ക് അംഗങ്ങളെ അയക്കുന്നതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. പി നോക്കൂ. ലോക്സഭയിൽ മാത്രമേ മണി ബില്ലുകൾ അവതരിപ്പിക്കാൻ കഴിയൂ. ലോക്സഭയിൽ മാത്രമാണ് മണി ബിൽ അവതരിപ്പിക്കാൻ കഴിയുന്നതാണ് ബി പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. സി എന്താണ്? ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ ആരാണ്? എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. 3. ഇനി ആംഗ്ലേയൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് 4 അംഗങ്ങളെ രാഷ്ട്രപതി ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു. ഇത് എന്താണ്? ഡി സ്റ്റേറ്റ്മെന്റ്, 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റും ചെക്ക് ചെയ്തിട്ട് യോഗ്യരായ വോട്ടർമാർ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ലോക്സഭാ അംഗങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളിപ്പോ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് ഒക്കെ കണ്ടിരിക്കുന്നവരാണ്. അത് നമുക്ക് നല്ലതായിട്ട് അറിയാം. ലോക്സഭ ഇലക്ഷനിൽ 18 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും പോയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടാവും. അതപ്പോ ശരിയായിട്ടുള്ള ആൻസറാണ്. ലോക്സഭ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ പോപ്പുലസ് ഹൗസ് ആണ്. പോപ്പുലസ് ഹൗസ് എന്നാണ് ലോക്സഭ അറിയപ്പെടുന്നത്. ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളെ, ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഭയാണ് ലോക്സഭ എന്ന് പറയുന്നത്. അപ്പൊ ലോക്സഭാ അംഗങ്ങളെ എന്താണ്? ജനങ്ങൾ നേരിട്ട് തന്നെയാണ് തെരഞ്ഞെടുക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി നോക്കിയേ, എന്താണ്? ലോക്സഭയിൽ മാത്രമേ മണി ബില്ലുകൾ അവതരിപ്പിക്കാൻ കഴിയൂ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ലോക്സഭയിൽ മാത്രമേ എന്ത് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ? മണി ബില്ല് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് ആൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അതായത് ബില്ല് മണി ബില്ലാണോ അല്ലയോ തീരുമാനിക്കേണ്ടത് സ്പീക്കറാണ്. മണി ബില്ല് സ്പീക്കറിന് മുമ്പ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു മണി ബില്ലിനെ പറ്റി. ഓക്കെ, ഇവിടെ അതെ, ഒരു ബില്ല് മണി ബില്ലാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? സ്പീക്കറാണ്. അതായത് ധനവുമായി ബന്ധപ്പെട്ട ബില്ലാണ് മണി ബില്ല് നമുക്കറിയാം. അപ്പൊ അതിൽ നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവണം. നിലവിലെ നികുതിയിലെ മാറ്റങ്ങൾ വരുന്നുള്ള ബില്ലുകളാണെങ്കിൽ അല്ലെങ്കിൽ പുതിയ നികുതികൾ ഏർപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ മണി ബില്ല് വരുന്ന പ്രത്യേക ക്ലോസുകളൊക്കെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫിനാൻഷ്യൽ ബില്ല് മണി ബില്ലാവുള്ളൂ. അപ്പൊ ഈ മണി ബില്ലാണോ അല്ലയോ തീരുമാനിക്കുന്ന ആരാണ്? അത് സ്പീക്കറാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു ബില്ല് മണി ബില്ലാണെന്ന് സ്പീക്കർ തീരുമാനിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അനുഭാവത്തോടു കൂടി ലോക്സഭയിലായിരിക്കും ഈ ബില്ല് എന്ത് ചെയ്യുന്നത്? അവതരിപ്പിക്കുന്നത്. ലോക്സഭയിൽ വെച്ചിട്ടായിരിക്കും ഈ ബില്ല് വോട്ടെടുപ്പിന് വിധേയമാകുന്നത്. ലോക്സഭയിൽ വെച്ച് മാത്രമേ മണി ബില്ലിന്റെ മേൽ വോട്ടെടുപ്പ് നടക്കുകയുള്ളൂ. ലോക്സഭയിൽ വോട്ടെടുത്ത് ലോക്സഭയിൽ പാസ്സാക്കിയതിനു ശേഷം രാജ്യസഭയിലേക്ക് അയക്കുന്നുണ്ട്. ഒരു 14 ദിവസം വരെ രാജ്യസഭയിലേക്ക് അയച്ചിട്ട് വെയിറ്റ് ചെയ്യും. 14 ദിവസത്തിന് മുമ്പ് തന്നെ രാജ്യസഭയ്ക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഈ മണി ബില്ലിന്മേൽ കൊടുക്കാനുണ്ടെങ്കിൽ ആ റെക്കമെൻഡേഷൻ കൊടുക്കുക.
ആ റെക്കമെൻഡേഷനോട് കൂടി 14 ദിവസത്തിലേക്കാകാം രാജ്യസഭയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരിച്ചയക്കണമെന്നാണ് പറയുന്നത്. ഇനിയിപ്പം തിരിച്ചയച്ചാലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ രാജ്യസഭ പറയുന്ന റെക്കമെൻഡേഷൻ എടുത്താലും ഇല്ലെങ്കിലും ഈ മണി ബിൽ എന്ത് ചെയ്യും ലോക്സഭയുടെ ഇഷ്ടാനുസരണം പാസ്സാക്കാവുന്നതാണ്. അപ്പം നമുക്കറിയാം ലോക്സഭയിൽ മാത്രമേ മണി ബില്ല് അവതരിപ്പിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ആ സ്റ്റേറ്റ്മെന്റ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഇന്ത്യയുടെ രാഷ്ട്രപതി, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി, നമ്മുടെ വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ്. വളരെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? അത് നമ്മുടെ ഉപരാഷ്ട്രപതിയാണ്. അത് വളരെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇനി നോക്കിയേ, ആർമഡ് കമ്മ്യൂണിറ്റിയിലെ 4 അംഗങ്ങളെ രാഷ്ട്രപതി ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു. ഇത് കുറച്ച് നാൾ മുമ്പായിരുന്നെങ്കിൽ ഇത് 4 എന്നുള്ളത് തെറ്റാണ്. 2 കുറച്ച് നാൾ മുമ്പായിരുന്നെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതായത് കുറച്ച് നാൾ മുമ്പ് വരെ നമുക്ക് നമ്മുടെ ലോകസഭയിലേക്ക് രാഷ്ട്രപതി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിൽപ്പെട്ട കമ്മ്യൂണിറ്റിയിൽപ്പെട്ട 2 അംഗങ്ങളെ ലോകസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ സംസ്ഥാന നിയമസഭകളിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മുടെ ഒരു ഭരണഘടനാ ഭേദഗതി വഴി ഈ ഒരു നോമിനേഷൻ രാഷ്ട്രപതിയുടെ ലോകസഭയിലേക്കുള്ള നോമിനേഷൻ നിർത്തിവെക്കുകയുണ്ടാവും. അപ്പൊ നിലവില് ലോക്സഭയിലേക്ക് രാഷ്ട്രപതി ആരെയും നോമിനേറ്റ് ചെയ്യുന്നില്ല. മനസ്സിലായല്ലോ? ആകെ പാർലമെന്റിലെ രാജ്യസഭയിലേക്ക് മാത്രമാണ് 12 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നത്. അതല്ലാതെ ലോക്സഭയിലേക്ക് അംഗങ്ങളെ എന്ത് ചെയ്യുന്നില്ല? രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നില്ല. സോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആൻസർ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ്. അതായത് ലോകസഭയിലേക്ക് നിലവിൽ ലോകസഭയിലേക്കും അതേപോലെ സംസ്ഥാന നിയമസഭകളിലേക്കും ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിൽപ്പെട്ട വ്യക്തികളെ എന്ത് ചെയ്യുന്നില്ല? നോമിനേറ്റ് ചെയ്യുന്നില്ല. ലോകസഭയാകുമ്പോൾ രാഷ്ട്രപതി ആയിരുന്നു, സംസ്ഥാന നിയമസഭയാകുമ്പോൾ ആരായിരുന്നു? ഗവർണർ ആയിരുന്നു. ഇതൊന്നും നേരിട്ട് നോമിനേറ്റ് ചെയ്യുന്നില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നത്. അപ്പം ഏകദേശം നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം മറ്റൊരു കണ്ടന്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു.